പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ പഴയ സന്യാസി വര്യന്മാരും പണ്ടത്തെ ആൾക്കാരും. അവർ പ്രകൃതിയെയോ മനുഷ്യനെയോ മൃഗങ്ങളെയോ ദ്രോഹിക്കാത്ത വളരെ സൗഹാർദ്ദപരമായിട്ടൊരു ജീവിതമായിരുന്നു പണ്ട് കാലങ്ങളിൽ അവർ കാഴ്ചവെച്ചിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മനുഷ്യനെ തന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പം അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളൊരു മരത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയായിരുന്നു വന്നത്. മരവുരി എന്ന് പറയുന്ന ഒരു മരം. പണ്ട് കാലത്തെ സന്യാസി വര്യന്മാരെല്ലാം അവർക്ക് ഡ്രസ്സിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഈ മരവുരി എന്ന് പറയുന്ന ഒരു മരം. അതേപോലെ തന്നെ ഇത്തി, ചണത്തിൻ്റെ മരം, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ഒരു മരം എന്ന് പറയുന്നത് നമ്മുടെ ഈ മരവുരിയാണ്. ഇതിൻ്റെ തൊലിയാണ് പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളത്തെ ഭാഗം കട്ട് ചെയ്ത് അതിൻ്റെ നാരുകൾ കുറേ നാൾ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് സോഫ്റ്റ് ആക്കിയതിന് ശേഷം അതിൽ നിന്നാണ് ഡ്രസ്സായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും അവർക്കുണ്ടായിരുന്നു. കാരണം മഴവെള്ളം വീഴില്ല, വന്യജീവികളുടെ ആക്രമണം, പാമ്പ് പോലുള്ള ചെറിയ ചെറിയ പ്രാണികൾ അങ്ങനെയുള്ളതിൻ്റെ ഒന്നും ആ ഒരു കടിയിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത്. അങ്ങനെ നമ്മുടെ ചരിത്രത്തിനും പുരാണങ്ങൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു മരമാണ് നമ്മുടെ ഈ ഒരു മരവുരി എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ ചരിത്രവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ രാമായണത്തിലുമൊക്കെ ഒരുപാട് പറയുന്ന ഒരു മരമാണ് ഈ ഒരു മരവുരി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷവശങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണേണ്ടവർക്ക് ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും.